നമസ്കാരം. 2016 നോട്ട് നിരോധനം ഇന്ത്യയിലാകമാനമുള്ള സാധാരണക്കാരെയും അതുപോലെ പണക്കാരെയും എല്ലാം ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ തുകകളായിരുന്നു 2000 നോട്ട് നിരോധിച്ചതിലൂടെ പിന്നീട് അത് മാറിയെടുക്കാൻ വേണ്ടി അവർ ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിന്ന കാഴ്ചയെല്ലാം നാം കണ്ടു. എന്നാൽ 2016 മോദി സർക്കാർ നോട്ട് നിരോധിക്കുന്നതായ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചതിലൂടെ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് സാധിച്ചെടുത്തത് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യദ്രോഹ ശക്തികൾ ഇന്ത്യയുടെ വിതരണ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുമേഖലാ രംഗത്തെല്ലാം തകർച്ചയുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കള്ളപ്പണം കണ്ടെയ്നർ കണക്കിനാണ് അടിച്ചു വെച്ച് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് മോദി സർക്കാരിന് കിട്ടിയ അറിവത്രേ. അതുകൊണ്ട് തന്നെ കള്ളപ്പണം പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ നോട്ട് നിരോധനം കൊണ്ട് കള്ളപ്പണം എത്ര അളവിൽ ഏതളവിൽ തടയാൻ പറ്റി എന്നുള്ളതെല്ലാം ചിന്തനീയം തന്നെയാണ്. എന്നാൽ നോട്ട് നിരോധനത്തിലൂടെ ഏതാണ്ട് 93.63% വോട്ടുകൾ 2000 നോട്ടുകൾ റിസർവ് ബാങ്കിൽ തിരിച്ചെത്തിയെന്നും ബാക്കിയുള്ളവ മാത്രമാണ് റിസർവ് ബാങ്കിൽ തിരിച്ചെത്താത്തത് എന്നുമാണ് പറഞ്ഞത്. എന്തായാലും അത് വലിയ സംഭവം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ നോട്ട് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒരു നോട്ടിഫിക്കേഷനായി തന്നെയാണ് ഇത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. 2005 മുൻപുള്ള ഗാന്ധിയുടെ തല പതിപ്പിച്ച 5 രൂപയുടെ നോട്ടുകൾ, 10 രൂപയുടെ, 20 രൂപയുടെ, 50 രൂപയുടെ, 100 രൂപയുടെ നോട്ടുകൾ എന്നിവയാണ് നിരോധിക്കുന്നത് എന്നാണ് ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വിജ്ഞാപനത്തിൽ ഉള്ളത്. ഇത് കണ്ട് ജനം ആകെ ഭയവിഹുലരായി എന്താണ് കാര്യമെന്നറിയാതെ ചുറ്റുപാടും പായുന്ന കാഴ്ചയാണ്. അതായത് കയ്യിലുണ്ടായിരുന്ന 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും 100-ൻ്റെയും എല്ലാം നോട്ടുകൾ ഇനി എങ്ങനെ മാറ്റിയെടുക്കും? പഴയതുപോലെ ബാങ്കിൻ്റെ മുന്നിൽ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടതായി വരുമോ, തലകറങ്ങി വീഴുമോ എന്നുള്ള ചിന്തയായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ നിമിഷങ്ങൾക്കകം ഈ വാർത്ത രാജ്യമെമ്പാടും പറന്നു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരുന്നു. ഇത് കണ്ടറിഞ്ഞ റിസർവ് ബാങ്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും എല്ലാം ഇതിൻ്റെ പുറകിലെ സത്യം തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു തരത്തിലുള്ള വിജ്ഞാപനം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടില്ല. അടുത്ത കാലത്തൊന്നും നോട്ട് നിരോധിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുമില്ല. ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും പറഞ്ഞത്. തങ്ങളുടെ ബാങ്കിൽ നിന്നും ഇങ്ങനെ യാതൊരു തരത്തിലുള്ളൊരു ഉത്തരവും അറിയിച്ചിട്ടില്ല. എന്നാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ലോഗോയും സീലും വളരെ കൃത്രിമമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ നോട്ടീസ് പുറത്തിറങ്ങിയത്. പിന്നീട് റിസർവ് ബാങ്ക് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വിജ്ഞാപനമിറക്കി. നോട്ട് നിരോധനത്തെക്കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാപനമുണ്ട്, അത് തെറ്റാണ്. റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നോട്ട് നിരോധിക്കുന്ന ഒരു നടപടി ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്ത കള്ളം തന്നെയാണ്. ജനങ്ങളാരും ഭയവിഹുലരാവേണ്ട ആവശ്യമില്ല എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ആ ഒരു വിജ്ഞാപനം. അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് വന്നത്. സാധാരണഗതിയിൽ റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ വിജ്ഞാപനം മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം പുറത്തു വരിക. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ ഈ വാർത്ത പ്രചരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ ഉടനെ തന്നെ സർക്കാർ, റിസർവ് ബാങ്കുമെല്ലാം ഇക്കാര്യത്തിൽ നേരിട്ട് നടപടിയെടുത്തു. മഹാരാഷ്ട്ര സർക്കാരും ഇക്കാര്യത്തിൽ നടപടിയെടുത്തു. എന്തായാലും അടുത്ത കാലത്തെങ്ങും നോട്ട് നിരോധിക്കുന്നില്ല. കയ്യിലുള്ള 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും എല്ലാം ഗാന്ധിത്തല പതിച്ച നോട്ട് സുഭദ്രമായി സുരക്ഷിതമായി നമ്മുടെ കയ്യിലിരിക്കും. ഇതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പറഞ്ഞിരുന്നത് 2005 മുതലുള്ള നോട്ടുകളെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അതിൽ നോട്ടിൽ വരുത്തേണ്ട ചില പിശകുകൾ ഉണ്ട്. എന്നാൽ അതിലുപരിയായി ഇപ്പോൾ പുറത്തിറങ്ങുന്ന നോട്ടുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ നോട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ന്യൂനതകൾ 2005 മുൻപ് അടിച്ച നോട്ടുകളിലുണ്ട്. അതാണത് പിൻവലിക്കുന്നത് എന്നാണ് ആദ്യം പുറപ്പെടുവിച്ച വ്യാജ സന്ദേശത്തിലുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലൊന്നുമില്ല എന്ന് തന്നെയാണ് റിസർവ് ബാങ്കും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നോട്ട് നിരോധിക്കുന്നു.
5-ന്റെയും 10-ന്റെയും 20-ന്റെയും 100-ന്റെയും എല്ലാം നോട്ട് നിരോധിക്കുന്നു എന്നുള്ള വാർത്ത വീണ്ടും ജനങ്ങൾ ഇടുത്തി പോലെ തന്നെയാണ് കേട്ടത്. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് പിന്നീട് റിസർവ് ബാങ്കും തെളിയിച്ചിരിക്കുന്നു. 2016 നോട്ട് നിരോധനത്തിൽ 93.63% നോട്ടുകൾ റിസർവ് ബാങ്കിലേക്ക് തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന നോട്ടുകളാണ് ആരൊക്കെയോ കൂടി പൂഴ്ത്തി വച്ചിരുന്നത്. എന്നാൽ പലരും പിന്നീട് ഈ നോട്ട് പുറത്തിറക്കാൻ സാധിക്കാതെ കത്തിച്ചു കളയുകയുണ്ടായി. കാരണം ഇത് യഥാർത്ഥത്തിൽ അവർ സമ്പാദിച്ച നോട്ടുകൾ യഥാർത്ഥ നോട്ടുകൾ തന്നെയാണെങ്കിലും അതിന് നികുതി അടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പണം ബാങ്കിൽ കൊണ്ട് ചെന്നാൽ എവിടെ നിന്ന് കിട്ടി, ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടുമ്പോൾ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടതായി വരും. അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് അത് നേരായ മാർഗത്തിൽ സമ്പാദിച്ച പണമാകില്ല എന്നതുകൊണ്ടാണ് ഈ 93.63% നോട്ടുകൾ എത്തിയപ്പോൾ ബാക്കിയുള്ള ശതമാനം നോട്ടുകൾ എത്താതിരുന്നത് എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെയും നിഗമനം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്ത് കള്ളപ്പണം ഒഴുകുന്നത് വ്യാപകമായി നിരോധിക്കാൻ പറ്റി എന്ന് അന്ന് സർക്കാർ അവകാശപ്പെട്ടു. അതിനുശേഷം ഫലപ്രദമായ രീതിയിൽ കള്ള നോട്ട് മാർക്കറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ഭയവിഹുലരാക്കിക്കൊണ്ട് അവരുടെ തലയിൽ ഇടുത്തി കോരിയിടുന്ന രീതിയിലുള്ള നോട്ട് നിരോധനത്തിൻ്റെ വാർത്ത തെറ്റാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും ഒരാശങ്കയും വേണ്ട എന്ന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അറിയിച്ചിരിക്കുന്നു.